മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ് 1 ഫിസിക്കൽ വേൾഡ്. അതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കായ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്. അപ്പൊ +1 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞാല് ഫിസിക്സിന്റെ സ്കോപ്പ് എന്തെല്ലാമാണ്, അതിലുള്ള മേജർ ഡൊമെയിൻസ് എന്തെല്ലാമാണ്, അതിൽ വരുന്ന സബ്ജക്ട്സ് എന്തെല്ലാമാണ്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ദർ ആർ 2 മേജർ ഡൊമെയിൻസ് ഓഫ് ഫിസിക്സ്. അതേതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് മാക്രോസ്കോപ്പിക് ഡൊമെയിൻ, രണ്ടാമത്തത് മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ. മൈക്രോസ്കോപ്പിക് എന്ന വാക്കിന് തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നത് വളരെ ചെറിയ വസ്തുക്കളെ ആയിരിക്കും. അതുകൊണ്ട് ചെറിയ വസ്തുക്കളെ കുറിച്ചുള്ള പഠനത്തിനെ ആയിരിക്കും മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. അത് ശരിയാണ്. അതുപോലെ മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതമാകില്ലേ. അപ്പൊ വലിയ വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. അപ്പോ മാക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ the study of phenomena involving objects of finite size on terrestrial scale and even on astronomical scale. ഭൂമിയിലോ അല്ലെങ്കിൽ ശൂന്യാകാശത്തോ എല്ലാം ഉള്ള ഫൈനൈറ്റ് സൈസ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന സൈസിലുള്ള വലിയ സൈസിലുള്ള വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് വരുന്നത്? അതിൽ വരുന്ന പ്രധാന ഭാഗമാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സിൽ തന്നെ വരുന്ന ഓരോ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഏതൊക്കെയാണ് മൈക്രോസ്കോപ്പിക് ഡൊമെയിനിലുള്ളതെന്ന് നോക്കാം. ഏതൊക്കെയാണ്? മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്. ഇവയെല്ലാമാണ് മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ വരുന്ന ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്ന സബ്ജക്ട്സ്. ഇനി മൈക്രോസ്കോപ്പിക് ഡൊമൈൻ എന്നാൽ എന്താ? വളരെ ചെറിയ വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നതാണെന്ന് പറഞ്ഞു അല്ലെ. ദ സ്റ്റഡി ഓഫ് ഫിനോമിനൻ ഇൻവോൾവിംഗ് മോളിക്യൂൾസ്, ആറ്റംസ്, ന്യൂക്ലിയൈ ആൻഡ് അതർ എലമെന്ററി പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാ വസ്തുക്കളിലെയും ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റംസ് കൊണ്ടാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവ കൂടിച്ചേരുമ്പോഴാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ആറ്റംസിന്റെ തന്നെ ഉള്ളിലുള്ള വസ്തുവാണ് ന്യൂക്ലിയൈ. അപ്പൊ ഇതെല്ലാം മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ വരുന്നതാണ്. കാരണം ഇവയെല്ലാം വളരെ ചെറിയ വസ്തുക്കളാണ്. സ്പെഷ്യൽ മൈക്രോസ്കോപ്സ് ഒക്കെ ഉപയോഗിച്ചാലേ ഇതിലെ ചില വസ്തുക്കളെങ്കിലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഇവയെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ക്വാണ്ടം ഫിസിക്സ്. ഇനി ഈ ഫിസിക്സിനെ തന്നെ 2 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് കാലഘട്ടം അനുസരിച്ചിട്ടാണ്. പഴയ കാല ഫിസിക്സിന് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്നാണ് പറയാറ്. പുതിയ ഫിസിക്സിന് നമ്മൾ മോഡേൺ ഫിസിക്സ് എന്നും. പഴയകാല ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ളതാണ്? 1900, 1900 മുൻപുള്ള ഫിസിക്സിനെയാണ് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയാം. 1900 ശേഷമുള്ള ഫിസിക്സിനെ നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന് പറയും. അപ്പൊ ഈ ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്നത് എന്തൊക്കെയാണ്? മെക്കാനിക്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, സൗണ്ട്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇതെല്ലാം ക്ലാസിക്കൽ ഫിസിക്സിൽ വരുന്നതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഐസക് ന്യൂട്ടൺ, ഗലീലിയോ, മാക്സ്വെൽ, ഇങ്ങനെയുള്ള സയന്റിസ്റ്റുകളെ കുറിച്ച്. ഇവരെല്ലാം ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫിസിസിസ്റ്റ് ആണ്. അപ്പൊ അവര് മെനഞ്ഞെടുത്ത എല്ലാ തിയറികളും എല്ലാമാണ് ഈ മെക്കാനിക്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, സൗണ്ട്, ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ അവയുടെ കാലഘട്ടത്തിലുള്ള ഫിസിക്സിനെ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നു. എന്നാൽ ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരും? ക്വാണ്ടം മെക്കാനിക്സ്, റിലേറ്റിവിറ്റി, ആറ്റംസ്, ന്യൂക്ലിയൈ, എലമെന്ററി പാർട്ടിക്കിൾസ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, ഇതെല്ലാം മോഡേൺ ഫിസിക്സിന്റെ ഭാഗമാണ്. അപ്പൊ ഇവയുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുമാർ ആരൊക്കെയാണെന്ന് അറിയോ? റിലേറ്റിവിറ്റി കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, പിന്നെ നീൽസ് ബോർ. അപ്പൊ അവര് ആ സയന്റിസ്റ്റ് തുടങ്ങിയ ഫിസിക്സ്. അതിനുശേഷം
ഫിസിക്സിൽ ഉണ്ടായ എല്ലാ ഡെവലപ്മെന്റ്സും ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന ടോപ്പിക്കിന്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇതാണ് 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിസിക്സ്. ഇനി അടുത്തത് നോക്കാം, റേഞ്ച് ഓഫ് ഫിസിക്സ്. ഈ മൈക്രോസ്കോപ്പിക്, മാക്രോസ്കോപ്പിക് എന്ന 2 ഡൊമെയിനിലാണ് ഫിസിക്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഏതൊക്കെ റേഞ്ച് വരും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ പിണ്ഡം. അപ്പൊ മൈക്രോസ്കോപ്പിക് ഡൊമെയിനിലുള്ള ഒരു വസ്തുവിന്റെ മാസ് വരുന്നത് ഇലക്ട്രോണിന്റെ മാസിനോടൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 10⁻30 കിലോഗ്രാമിനടുത്ത്. ഇലക്ട്രോണിന്റെ മാസ് എത്രയെന്ന് അറിയോ? 9.1 × 10⁻31 കിലോഗ്രാം. അപ്പൊ ഏകദേശം 10⁻30 കിലോഗ്രാമിനടുത്താണ് അതുള്ളത്. അപ്പോ അതാണ് റേഞ്ച്. ആ ഒരു റേഞ്ചിൽ വരുന്ന മാസുകളെ കുറിച്ചാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ പഠിക്കുക. അപ്പൊ മാക്രോസ്കോപ്പിക് ഡൊമൈനിലോ മാസ് ഓഫ് ഒബ്സർവബിൾ യൂണിവേഴ്സ്, ഈ ഹോൾ യൂണിവേഴ്സിന്റെ മാസ് എടുത്താൽ അത് ഏകദേശം എത്ര വരും? 10⁻55 കിലോഗ്രാം വരും. അപ്പൊ അത്രയും വലിയ മാസുകളെയൊക്കെ ആ റേഞ്ച് വരെ മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ പോകും. അത്ര എക്സ്റ്റെന്റ് വരെ, മാസ് ഓഫ് ദ യൂണിവേഴ്സ് വരെ മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ നമ്മൾ പഠിക്കാം. ഇനി 10⁻55 എന്ന് പറഞ്ഞാൽ എന്താ? 1 കഴിഞ്ഞ് 55 പൂജ്യം ഇട്ടാൽ എത്ര വലിയ നമ്പറാണോ അതാണ് 10⁻55. അത് നമുക്ക് പറയാൻ കൂടി വയ്യ, അത്രയും വലിയ നമ്പറാണ് അല്ലെ. ഇനി 10⁻30 എന്ന് പറഞ്ഞാലോ 1നെ ഹരിക്കണം. എന്തുകൊണ്ട്? 1 കഴിഞ്ഞ് 30 പൂജ്യം ഇട്ടാൽ എത്ര വലിയ നമ്പറാണോ അതുകൊണ്ട് 1നെ ഹരിക്കണം. അപ്പൊ എത്ര ചെറിയ നമ്പർ ആയിരിക്കും കിട്ടുക? അതാണ് 10⁻30. അപ്പൊ 10⁻30 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മാസാണ്. 10⁻55 എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതിലും അത്ര വലിയ മാസാണ്. അപ്പൊ അത്രയും വലിയ റേഞ്ച് ഡിഫറൻസിലുള്ള എല്ലാതും ഫിസിക്സിന്റെ ഉള്ളിൽ വരും. ഇനി ലെങ്ത് എന്ന് പറയുന്നതിന്റെ റേഞ്ച് എത്രയാണ്? മൈക്രോസ്കോപ്പിക് ഡൊമൈനിലും മാക്രോസ്കോപ്പിക്. സൈസ് ഓഫ് എ പ്രോട്ടോൺ, നമുക്കറിയാം ആറ്റം, അതിനുള്ളിലുള്ളത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അപ്പൊ 3 ചെറിയ വസ്തുക്കളാണ്. അപ്പൊ അതിൽ സൈസ് ഓഫ് എ പ്രോട്ടോൺ, ഒരു പ്രോട്ടോണിന്റെ ഡയാമീറ്റർ സൈസ് എത്ര വരും? 10⁻15 മീറ്റർ ആണ് വരിക. 10⁻15 എന്ന് പറഞ്ഞാൽ എന്താ? 1 ഹരിക്കണം 1 കഴിഞ്ഞ് 15 പൂജ്യം ഇട്ട അത്രയും വലിയൊരു സംഖ്യ ഉണ്ട്. അപ്പൊ അതാണ് സൈസ് ഓഫ് എ പ്രോട്ടോൺ. അപ്പൊ ആ റേഞ്ചിലാണ് മൈക്രോസ്കോപ്പിക് ഡൊമൈനിലുള്ള ലെങ്ത്. അപ്പൊ അതൊരു ആറ്റത്തിന്റെ, പിന്നെ സബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ, പിന്നെ ന്യൂക്ലിയസിന്റെ ഒക്കെ സൈസ് ഈ ഒരു ലെവലിലാണ് വരുന്നത്. ഇനി മാക്രോസ്കോപ്പിക്കില് എത്രത്തോളം പോവും? സൈസ് ഓഫ് ദ ഒബ്സർവബിൾ യൂണിവേഴ്സ്, ആകെ ഈ ഹോൾ യൂണിവേഴ്സിന്റെ സൈസ് എത്രയാണ്? ഒരു ഡയാമീറ്റർ എടുത്താൽ അത് ഏകദേശം 10⁻26 മീറ്റേഴ്സ് ആണ് വരിക. അപ്പൊ അത്രയും അധികം റേഞ്ചില് നമ്മൾ ലെങ്ത് പോവും മാക്രോസ്കോപ്പിക് ഡൊമൈൻ എടുക്കുകയാണെങ്കിൽ. അതേപോലെ ടൈം എന്ന് പറയുമ്പോൾ ലൈഫ് സ്പാൻ ഓഫ് ആൻ അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ. അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് വളരെ ചെറിയ ലൈഫേ ഉണ്ടാവുള്ളൂ, വളരെ ചെറിയ സമയത്തേക്ക് അത് ജീവിച്ചിരിക്കുള്ളൂ. അപ്പത്തേക്ക് അത് ഡീക്കേ ആയി പോവും, മറ്റൊരു വസ്തുവായി കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എനർജി ആയി കൺവേർട്ട് ചെയ്തോ പോവും. അങ്ങനെയുള്ള വസ്തുക്കൾക്ക് അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി ലൈഫ് സ്പാൻ ഓഫ് ആൻ അൺസ്റ്റേബിൾ പാർട്ടിക്കിൾ ഏകദേശം എത്രത്തോളം വരും? 10⁻23 സെക്കൻഡ്സ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെ വളരെ ചെറുതായി നമുക്ക് തോന്നും അല്ലെ. അപ്പൊ 1നെ ഹരിക്കണം, 1 കഴിഞ്ഞ് 23 പൂജ്യം ഇട്ട ഒരു നമ്പറും ഉണ്ട്. അത് എത്ര ചെറുതായിരിക്കും? അത്രയും ചെറിയ ലെവല് വരെ മൈക്രോസ്കോപ്പിക് ഡൊമൈനില് ഫിസിക്സിൽ പഠിക്കും. അതുപോലെ മാക്രോസ്കോപ്പിക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സ് ഉണ്ടായതിനു ശേഷം എത്ര നാൾ കഴിഞ്ഞു? ഏകദേശം 10⁻18 സെക്കൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വലിയ റേഞ്ച്, അത്ര വലിയ ടൈം സ്പാനിൽ എന്തൊക്കെ സംഭവിച്ചു എന്നത് നമ്മൾ മാക്രോസ്കോപ്പിക് ഡൊമൈനിലാണ് പഠിക്കുന്നത്. അപ്പൊ ഫിസിക്സിന്റെ ഒരു റേഞ്ച് മനസ്സിലായല്ലോ.
ഇനി നമുക്ക് ഫിസിക്സിൽ വേറെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയും. ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഫോഴ്സസിനെ കുറിച്ചുള്ള പഠനമില്ലാതെ ഫിസിക്സ് ഇല്ല, അല്ലെ? അപ്പൊ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഫോഴ്സസിനെയും ചുരുക്കി 4 ടൈപ്പ് ഓഫ് ഫോഴ്സസ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പലതരം ഫോഴ്സുകളെ കുറിച്ച് കേൾക്കുന്നുണ്ടാവും. അതിലൊക്കെ ഡീറ്റെയിൽ ആയി ഇറങ്ങിപ്പോയാൽ അത് ഈ 4ൽ ഒരു തരം ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ഈ ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്നാൽ എന്ത്, അത് ഏതൊക്കെ ആണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Those forces which are fundamental do not originate from other forces, but all other forces can be expressed in terms of them are called fundamental forces. അതായത് ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്നാൽ എന്താണ്? മറ്റു ഫോഴ്സുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാത്തരം ഫോഴ്സസിനെയും ഈ ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ ടേംസിൽ പറയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു തരം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇനി ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആകർഷണം, അത് ഒരു തരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. മാത്രമല്ല നമ്മളെല്ലാം ഭൂമിയിലേക്ക് ആകർഷിക്കുന്നത് എന്ത്, അതും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഒരു സ്റ്റാർ എന്ന് അതിലുള്ള വായുവിനെയും അതിലുള്ള എല്ലാത്തിനെയും കൂട്ടി നിർത്തുന്നത് എന്ത് തരം ഫോഴ്സ് ആണ്? അല്ലെങ്കിൽ ഒരു സ്റ്റാറും മറ്റൊരു സ്റ്റാറും തമ്മിലുള്ള ഫോഴ്സ് എന്താണ്? അതെന്താണ്? അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഓരോ തരം ഫോഴ്സിനെയും നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഈ ഫണ്ടമെന്റൽ ഫോഴ്സിന്റെ ഒന്നിൽ ഉൾപ്പെടും. അപ്പൊ അവ ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, the force that binds the solar system. Electromagnetic force, the force that binds atoms. Strong nuclear force, adenda, the force that binds nucleus. Weak nuclear force, adendana, force in radioactive decay. അപ്പൊ ഈ 4 ഫോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യമായി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഞാൻ പറഞ്ഞു അല്ലേ, the force that binds solar system. The force of attraction between any two objects of the universe due to mass is called gravitation. അപ്പൊ മാസ് ഉള്ള എല്ലാ വസ്തുക്കളും തമ്മിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഒരു വസ്തുവിന്റെ വെയിറ്റ് ഓഫ് എ ബോഡി ഇസ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ. അപ്പൊ ഒരു വസ്തുവിന് വെയിറ്റ് തോന്നുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരിക്കലും റിപ്പൽ ചെയ്യില്ല വസ്തുക്കൾ തമ്മിൽ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്ന തരം ഫോഴ്സ് ആണ്. ഇത് ഈ ഹോൾ യൂണിവേഴ്സിന്റെ ഫോർമേഷന് തന്നെ കാരണമായ ഫോഴ്സ് ആണ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്. ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു നോക്കിയാൽ അതിലുള്ള ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 3.6 into 10⁻⁻47 ന്യൂട്ടൺ. 10⁻⁻47 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 1 ഹരിക്കണം 1 കഴിഞ്ഞ് 27 പൂജ്യമുള്ള ഒരു നമ്പർ ഉണ്ട്. അത്രയും ചെറിയ ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാലോ 8.2 into 10⁻⁸. അതായത് 10⁻37 ടൈംസ് സ്ട്രോങ്ങർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിലും. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാ വസ്തുക്കളിലും ആയിട്ടും ഉണ്ട്. അതിന്റെ റേഞ്ച് വളരെ ഹൈ ആണ്. യൂണിവേഴ്സിന്റെ തന്നെ ഫോർമേഷൻ അതാണ് കാരണം. പക്ഷേ അതാണ് വീക്കസ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സ്. ഈ 4 ഫോഴ്സും വെച്ച് നോക്കിയാൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കൾ, മാസുള്ള എല്ലാ വസ്തുക്കൾ തമ്മിലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. Gravity governs the motion of satellites around planets around sun, etc. അപ്പൊ ഈ ഹോൾ യൂണിവേഴ്സിലുള്ള ഈ വലിയ വസ്തുക്കൾ, സ്റ്റാർസ്, അതേപോലെ സാറ്റലൈറ്റ്സ്, പ്ലാനറ്റ്സ്, ഇതെല്ലാം മൂവ് ചെയ്യുന്നതിന് ഗവേൺ ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? എല്ലാം നിയന്ത്രിക്കുന്ന ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. It plays key role in the large-scale phenomenon of the universe, such as formation and evolution of stars, galaxies, and galactic clusters. അപ്പൊ ഈ ഗാലക്സീസും സ്റ്റാർസും എല്ലാം ഉണ്ടാകുന്നതിന് നിദാനമായ ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. It is due to the mutual exchange
of a type of particle called graviton. അപ്പൊ ഈ ഓരോ ഫോഴ്സിനും കാരണമായ ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്നാണ് സയന്റിസ്റ്റുകളുടെ നിഗമനം. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് കാരണമായ പാർട്ടിക്കിളിന് അവർ പേരിട്ടിരിക്കുന്നത് ഗ്രാവിറ്റോൺ ആണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത തരം ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതാണെന്ന് നോക്കാം. ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. The force of attraction or repulsion applied by two charged particles due to their charges is called electromagnetic force. ഇനി നമ്മൾ ഈ +1 തന്നെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പാടുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പഠിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അതിനെ കുറിച്ച് എപ്പോഴാ പഠിക്കുക? +2 ആദ്യത്തെ ഒരു 3-4 ചാപ്റ്റേഴ്സ് തന്നെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് തന്നെയാണ്. ചാർജസ് തമ്മിലുള്ള ഫോഴ്സ്, അത് ചാർജസ് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നു, അതെല്ലാത്തിൻ്റെയും കൂടി പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷൻ അതൊരു തരം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ ഭാഗം തന്നെയാണ്. The range of electromagnetic force is extended to infinity and does not require any intervening medium. അതായത് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കേസിലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് രണ്ട് വസ്തുക്കൾ തമ്മിൽ ആക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ നടുവിൽ ഒരു മീഡിയവും ഉണ്ടാവേണ്ടതില്ല. ഇനി മീഡിയം ഉണ്ടായാലും പ്രശ്നമില്ല, ഫോഴ്സ് ഉണ്ടാവും. It dominates all the phenomenon in atomic and molecular scale. അപ്പൊ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഫോഴ്സ് ഒക്കെ കാര്യമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും. ആറ്റംസ് തമ്മിലുള്ള ഫോഴ്സ്, ഇലക്ട്രോൺസും പ്രോട്ടോൺസും തമ്മിലുള്ള ഫോഴ്സ്, മോളിക്യൂൾസിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ്, ആറ്റംസ് കൂടി ചേർന്ന് മോളിക്യൂൾസ് ആവുന്നത്, അതെല്ലാത്തിനും നിദാനമായ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് കാര്യമായിട്ട് മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ ഉണ്ടാവും അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിലായിരിക്കും ഉണ്ടാവുക? മാക്രോസ്കോപ്പിക് ഡൊമൈനിലായിരിക്കും ഉണ്ടാവുക. Now, electromagnetic force governs the structure of atoms and molecules, the dynamics of chemical reactions, thermal and other properties of materials. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് അതൊരു തരം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. Contact force, spring force, and other forces in the deformed objects are the results of electric force among the particles. അപ്പോൾ ഒരു സ്പ്രിംഗ് ഒക്കെ വലിച്ച തിരിച്ച് അതിന്റെ പഴയ ഷേപ്പിലേക്ക് വരുന്നു, അതിനൊക്കെ കാരണമായ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. It is due to the exchange of massless chargeless particles called photons. Photons എന്ന് ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാവിറ്റേഷൻ പറഞ്ഞപ്പോ ഈ എല്ലാ ഫോഴ്സുകൾക്കും നിദാനമായിട്ട് ഒരു പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് സയന്റിസ്റ്റിന്റെ നിഗമനം. ഗ്രാവിറ്റേഷനിൽ അത് ഗ്രാവിറ്റോൺ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൽ അത് ഫോട്ടോൺസ് ആണ്. ഇതിനെ കുറിച്ച് നമ്മൾ ഫോട്ടോൺസിനെ കുറിച്ചാണെങ്കിൽ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോൾ അറിയാം. ഇനി നമ്മൾ അടുത്ത തരം ഫോഴ്സിനെ കുറിച്ച് കാണുകയാണ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. The force that keeps the nucleus together is called the strong nuclear force. എന്താണ് ഈ ന്യൂക്ലിയസ്? നമുക്കറിയാം, ഒരു ആറ്റത്തില് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യാം. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത്? അതിന്റെ ഉള്ളിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ഉള്ളത്. ഈ രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യണോ റിപ്പൽ ചെയ്യണോ? പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക? അത് റിപ്പൽ ചെയ്യേണ്ടതല്ലേ. പക്ഷെ ഒരു ന്യൂക്ലിയസ് അതിന്റെ ഉള്ളിൽ രണ്ട് പ്രോട്ടോണുകളെ ഒന്നിച്ച് പിടിച്ചിരുത്തുന്നുണ്ട്. അതെങ്ങനെയാ? അതിന് കാരണമായ ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ ഇതിനു മുമ്പ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ. അത് ചാർജസിനെ തമ്മിലുള്ള ഫോഴ്സ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പ്രോട്ടോൺസ് എന്ന് പറയുന്നത് റിപ്പൽഷൻ ആയിരിക്കും. കാരണം രണ്ടും ഒരു തരം തന്നെയാണ്. പ്രോട്ടോൺസ് പോസിറ്റീവും തമ്മിൽ റിപ്പല്ലേ ചെയ്യേണ്ട ഇലക്ട്രോസ്റ്റാറ്റിക് ആണെങ്കിൽ. പക്ഷെ അതിനെ വെല്ലുന്ന ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാട്ടിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ഈ പ്രോട്ടോണും തമ്മിൽ റിപ്പൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അതിന് സമ്മതിക്കില്ല. അതിനെ ബൈൻഡ് ചെയ്ത് തന്നെ നോക്കും. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ പോലെ ഓൾവേസ് അട്രാക്റ്റീവ് ആയിരിക്കും.
പക്ഷെ ഇതെല്ലാ വസ്തുക്കൾ തമ്മിലും ഉണ്ടാവില്ല കേട്ടോ. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരു വസ്തുക്കൾ തമ്മിലും ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവിടെയല്ലേ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാവുക. അപ്പൊ nuclear force binds the protons and neutrons in the nucleus and is responsible for the stability of the nucleus. It is the strongest of all fundamental forces. Weakest ഏതാ gravitation, strongest ഏതാ strong nuclear force. About 100 times the electromagnetic force in strength. ഞാൻ പറഞ്ഞു പ്രോട്ടോൺസ് തമ്മിൽ റിപ്പൽ ചെയ്യണമെന്നാണ് ന്യൂക്ലിയർ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പറയാം. പക്ഷെ അതിന്റെ 100 ഇരട്ടിയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ അവ തമ്മിൽ റിപ്പൽ ചെയ്യോ? ഇല്ല, അവ തമ്മിൽ അട്രാക്ട് ചെയ്ത് തന്നെ ഇരിക്കും ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. It is charge independent and acts equally between proton, neutron, and proton-neutron. It does not affect electron. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇലക്ട്രോണിനെയോ മറ്റേത് പാർട്ടിക്കിളിനെയോ ഇഫക്ട് ചെയ്യില്ല, വെറും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഇഫക്ട് ചെയ്യുള്ളൂ. ന്യൂട്രോൺ ഒരു ചാർജ്ലെസ് പാർട്ടിക്കിൾ ആണ്. അത് പറഞ്ഞ് ഒരു പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ എത്ര ഫോഴ്സ് ഉണ്ട്? പ്രോട്ടോണും തമ്മിൽ എത്ര ഫോഴ്സ് ഉണ്ട്? ന്യൂട്രോണും തമ്മിൽ എത്ര ഫോഴ്സ് ഉണ്ട്? അതിനൊരു വ്യത്യാസമില്ല. ഒന്ന് ചാർജ്ഡ് ആണോ അല്ലേ എന്നൊന്നും ന്യൂക്ലിയർ ഫോഴ്സ് നോക്കുന്നില്ല. പക്ഷെ അതെന്താ നോക്കുന്നത്? അവ തമ്മിലുള്ള ദൂരം. ഇറ്റ്സ് റേഞ്ച് ഇസ് വെരി സ്മോൾ, അറൌണ്ട് 10⁻⁻15 മീറ്റർ. ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10⁻⁻15 മീറ്റർ ആണ്. ആ ഒരു ദൂരത്തിൽ ഇവ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ഇതിനെക്കാട്ടിലും ദൂരെ ഒരു 2 പ്രോട്ടോണിനെ കൊണ്ടുവച്ചാല് പിന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് അവിടെ ഒരു റോളും ഇല്ല, അതിന്റെ റേഞ്ച് അവിടെ ഇല്ല. അപ്പൊ അവ തമ്മിൽ റിപ്പൽ ചെയ്തു പോകും. അപ്പൊ ഈ വളരെ ഷോർട്ട് റേഞ്ചിലുള്ള ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ബട്ട് ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഓഫ് ദ fundamental forces. Both protons and neutrons are made of more fundamental particles called quarks, which are kept together the exchange of adhesive particles called gluons. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തരം ഫണ്ടമെന്റൽ ഫോഴ്സിനും കാരണമായ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവുന്നു പറഞ്ഞു അല്ലെ. അതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് കാരണമായ പാർട്ടിക്കിളിനെയാണ് ഗ്ലൂഓൺ. ഗ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടിക്കുന്ന സാധനം, പശ അല്ലെ. അപ്പൊ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒട്ടിക്കാൻ കാരണം ഈ ഗ്ലൂഓൺസ് ആണെന്നാണ് സയന്റിസ്റ്റുകളുടെ നിഗമനം. ഇനി നമുക്ക് അടുത്ത തരം ഫോഴ്സ് എന്താണെന്ന് നോക്കാം. അതേതാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് ഇപ്പൊ അടുത്താണ്, മീൻസ് താരതമ്യേന അടുത്താണ് നമ്മൾക്ക് മനസ്സിലായി തുടങ്ങിയത്. It is a short-ranged and short-valued force which acts within the fundamental particles of nucleus to make the nucleus unstable. It is called the weak nuclear force. അതായത് ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇല്ലേ, ഇവിടെ തന്നെയാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ടാവുന്നത്. പക്ഷെ അത് എപ്പോഴും അവ തമ്മിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവില്ല. എപ്പോഴാണ് ഉണ്ടാവുക? ചില സമയത്ത് ചില ന്യൂക്ലിയസുകൾ അൺസ്റ്റേബിൾ ആണ്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ന്യൂട്രോൺ, ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും അതിൻ്റെ കൂടെ ഒരു ആന്റി ന്യൂട്രീനോ എന്ന് പറഞ്ഞ പാർട്ടിക്കിളുമായി മാറും. അപ്പൊ ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറുന്ന സാഹചര്യത്തിൽ അവ ഒരു ബീറ്റ പാർട്ടിക്കിൾ അഥവാ ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ആന്റി ന്യൂട്രോണിനെയും പുറത്തേക്ക് വിടുന്നുണ്ട്. ആ സമയത്താണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ അത് എപ്പോഴും ഉണ്ടാവുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറുമ്പോൾ അതിനെ നമ്മൾ ബീറ്റ ഡീകേ എന്നാണ് പറയാ. അപ്പൊ ബീറ്റ ഡീകേ സംഭവിക്കുമ്പോൾ ആ ഇലക്ട്രോണും ആ ആന്റി ന്യൂട്രിനോം തമ്മിലുണ്ടാവുന്ന ഫോഴ്സിനെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് വളരെ വീക്ക് ഫോഴ്സ് ആണ്. വീക്കസ്റ്റ് ഗ്രാവിറ്റേഷൻ ആണ് കേട്ടോ. അതിനുശേഷം വരുന്ന ഗ്രാവിറ്റേഷനേക്കാളും കുറച്ചളവ് കൂടിയ ഫോഴ്സ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്നാലും താരതമ്യേന സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെയും ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് weak nuclear force. It appears only in certain nuclear processes such as beta decay. എന്താ beta decay?
a nucleus emits an electron and an uncharged particle called antineutrino. അതെങ്ങനെയാ സംഭവിക്കുന്നത്? A neutron gets converted to a proton, an electron, and an antineutrino. It is not weak as gravitational force, but weaker than electromagnetic and strong nuclear force. Its range is extremely small. കണ്ടോ? Strong nuclear force-നെക്കാട്ടിലും ചെറിയ റേഞ്ചേ അതിനുള്ളൂ. 10⁻⁻16 മീറ്റർ ആണ് അതിന്റെ റേഞ്ച്. അപ്പൊ ഇത്രയും ചെറിയ ദൂരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉള്ളൂ, അല്ലെങ്കിൽ അതില്ല. ഇനി what is the fundamental particle that cause weak nuclear force? ഞാൻ പറഞ്ഞു എല്ലാ ഫോഴ്സുകൾക്കും കാരണമായ ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ ഉണ്ടാവുന്നു. അതേതാണ്? ഗോഗ് ബോസോൺ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ച് അധികം ഡീറ്റെയിൽ വേണ്ട, പക്ഷെ നിങ്ങൾ ഇക്കാര്യം എന്തായാലും ഓർമ്മിച്ചിരിക്കണം. ഈ 4 ഫോഴ്സുകളുടെയും റിലേറ്റീവ് സ്ട്രെങ്ത്തും റേഞ്ചും. അപ്പൊ ഏതൊക്കെയാണ് 4 ഫണ്ടമെന്റൽ ഫോഴ്സസ്? അതിനെ ബേസിക് ഫോഴ്സസ് എന്നും പറയൂ കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ സ്ട്രെങ്ത് 1 എന്നെടുത്താൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ എന്താണ്? 10⁻39. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ സ്ട്രെങ്ത് എത്ര? 10⁻37. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്റെ എത്രയാണ്? 10⁻24. ഇനി ഈ ഒരു ഗ്രാഫ് നന്നായി പഠിച്ചു വെക്കുക, കാരണം ഇതിൽ നിന്ന് പലതരം ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെങ്ത് ഓഫ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ? 10⁻24 ഡിവൈഡഡ് ബൈ 1. അത് എത്രയാ? 10⁻24. അതേപോലെ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എത്രയാ? 10⁻37 ഡിവൈഡഡ് ബൈ 1, അതായത് 10⁻37. അങ്ങനെയുള്ള പല റേഷ്യോകളും ഈ സ്ട്രെങ്ത്തിനെ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ഇത് നോക്കിയാൽ പറയാലോ. വിച്ച് ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. വിച്ച് ഇസ് ദ വീക്കസ്റ്റ് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൽ രണ്ടിൽ ഏതാണ് സ്ട്രെങ്ത് കൂടിയത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, നിങ്ങളുടെ +1 പരീക്ഷയ്ക്ക് മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിന്, ഇത് കഴിഞ്ഞാല് എൻട്രൻസ് എക്സാംസുകൾ വരാം അല്ലെ, കീം വരാം, നീറ്റ് വരാം, ഇതിലൊക്കെ ചോദിക്കാൻ പറ്റാവുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. വിച്ച് ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എമംഗ് ഫണ്ടമെന്റൽ ഫോഴ്സസ്? നമ്മളിപ്പോ പഠിച്ചു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. Which force binds protons and neutrons inside a nucleus? Strong nuclear force തന്നെ. Which is the weakest force among fundamental forces? ഏതായിരുന്നു? Gravitational force. Which force is present between all objects in the universe? Gravitational force. Electromagnetic force എന്ന് പറയുന്നത് ചാർജസ് തമ്മിലേ ഉണ്ടാവുള്ളൂ. അതേപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാലോ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലേ ഉണ്ടാവുള്ളൂ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സോ, അത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറുമ്പോൾ, അതായത് ബീറ്റ ഡീകെ നടക്കുമ്പോൾ, ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് നിന്ന് പുറത്തേക്ക് വിടുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരേ ഒരു ഫണ്ടമെന്റൽ ഫോഴ്സേ ഉള്ളൂ, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. What is the ratio between the relative strength of strong nuclear force and gravitational force? 10⁻⁻13. നമ്മളിപ്പോ ഇതിന് തൊട്ട് മുമ്പ് കണ്ട ആ സ്ക്രീനിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഇതുപോലുള്ള പല ചോദ്യങ്ങളും ചോദിക്കാം. Thank you for watching. All the best for your +1 exams.